ഏകദേശം 110 കിലോമീറ്റർ 4 മണിക്കൂർ ശബരിമല ഉൾപ്പെടെയുള്ള ഉൾവനത്തിലൂടെ വന്യമൃഗങ്ങളെയും കണ്ട് കാടിന്റെ ഭംഗി ആസ്വദിച്ചു വിവിധ ഡാമുകൾ കണ്ടും ഒരു ആനവണ്ടി യാത്ര. അതെ, ഗവി. ഓർഡിനറി സിനിമ കണ്ടത് മുതൽ എന്നെ പോലെ നിങ്ങൾക്കും ഒരുപക്ഷെ ഉള്ള ഒരു ആഗ്രഹമായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഗവിയിൽ പോകാം. ഗവിയിലേക്ക് എങ്ങനെ പോകാം, എന്തെല്ലാം കാണാം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലുള്ളത്. രാത്രി 9 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്ന തൃശ്ശൂർ കുമളി സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കുമളിയിലേക്ക് ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്താണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. 298 രൂപയാണ് കുമളിയിലേക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പുലർച്ചെ 3 മണിക്ക് കുമളി ബസ് സ്റ്റാൻഡിലെത്തി. കുമളിയിൽ നിന്ന് രാവിലെ 5:15 ഗവി വഴി പത്തനംതിട്ട പോകുന്ന നമ്മുടെ ഗവി ഓർഡിനറി ബസ് ഉള്ളത്. ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും ഗവിയിലേക്കുള്ള ബസ് യാത്രക്ക് റെഡിയാകുന്നത് കണ്ടു. 198 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഗവിയിലേക്ക്. KSRTC ബസ്സിനും പിന്നെ മുൻകൂട്ടി പാസ് എടുക്കുന്ന 30 വണ്ടികൾക്കും മാത്രമേ ഗവിയിലേക്ക് പോകാൻ പെർമിഷൻ ഉള്ളൂ. ഗവി പിന്നെ മിനി പമ്പ, ഈ 2 സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. മുൻകൂട്ടി ഭക്ഷണം ബസ് കണ്ടക്ടറോട് പറഞ്ഞ് ഗവി എത്തുമ്പോഴേക്കും KSEB ക്യാന്റീനിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും. 6 ഡാമുകളും അതിൽ 4 ഡാമുകളുടെ മുകളിലൂടെയുള്ള യാത്രയും ശബരിമല ഫോറസ്റ്റ് ഒക്കെ താണ്ടിയാണ് ഈ യാത്ര. 4 മണിക്കൂറോളം യാത്ര ചെയ്താണ് ഫോറസ്റ്റ് റൂട്ട് കഴിയുന്നത്. ഫോറസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ 40 കിലോമീറ്റർ ഉണ്ട് പത്തനംതിട്ട എത്താൻ. അങ്ങനെ 11 മണിക്ക് പത്തനംതിട്ട എത്തി. പത്തനംതിട്ടയിൽ നിന്ന് തൃശ്ശൂരിലേക്കും അല്ലെങ്കിൽ എറണാകുളം കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ എല്ലാ സമയവും ബസ്സുണ്ട്. ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ബസ് എടുത്താണ് റിട്ടേൺ പോകുന്നത്.